സന്ദീപ് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, നേതാക്കന്മാരെ, ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടിക മണ്ഡലത്തിലെ LDFിൻ്റെ സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും പ്രവർത്തനങ്ങളും നമ്മുടെ മണ്ഡലത്തിലുടനീളം ആവേശപൂർവ്വം പുരോഗമിക്കുകയാണ്. ചരിത്രത്തിലില്ലാത്ത വിധം ജനനിബിഡമായ കൺവെൻഷനുകൾ നമ്മുടെ മണ്ഡലത്തിൽ നടക്കുകയാണ്. ചേർപ്പിലാണെങ്കിലും പാറളത്താണെങ്കിലും അവണിശ്ശേരിയിലാണെങ്കിലും വലിയ ആവേശത്തിലാണ് നമ്മുടെ ഓരോ പ്രവർത്തകരും കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കെല്ലാം നല്ലതുപോലെ അറിയാം. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ മുൻ MLAയെ സംബന്ധിച്ചാണ് പറഞ്ഞത്, എന്തൊരു അവസരവാദിയാണ് അയാൾ, അതിനേക്കാൾ വസ്തുതാപരമായ ഒരു വിലയിരുത്തൽ മറ്റൊന്നില്ല. അപ്പം അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞ, മുന്നണിക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ച വർഗവഞ്ചകനെതിരായ വികാരം ഈ മണ്ഡലത്തിലുടനീളം നമുക്ക് ദർശിക്കുവാൻ വേണ്ടി സാധിക്കും. രാഷ്ട്രീയ മണ്ഡലത്തിലെ മൂല്യങ്ങളെ ചവിട്ടിമതിച്ച് തന്നെ താനാക്കിയ മുന്നണിയെ നാടറിയുന്ന രൂപത്തിൽ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത യൂദാസുമാർക്കെതിരെ പ്രതികരിക്കാൻ നമ്മുടെ നാട് തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായൊരു കാഴ്ചയാണ്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും നിലയിലുള്ള ആശങ്കകൾ നമുക്കില്ല. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ചരിത്രം കുറിക്കുന്ന വിജയത്തിലേക്ക് ഗീതാ ഗോപി നടന്നെടുക്കും. അതിന് 10 വർഷക്കാലം MLA ആയിരുന്ന സന്ദർഭത്തിൽ ഗീത നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം നമ്മുടെ ഗവൺമെൻറ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ലോകം ശ്രദ്ധിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളും കൂടി ചേരുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ ജനങ്ങളെ സമീപിക്കുവാൻ വേണ്ടി സാധിക്കും. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ നിയോജക മണ്ഡലം കൺവെൻഷൻ നാളെ 4 മണിക്ക് ശാന്തി പാലസ് ഓഡിറ്റോറിയത്തിൽ ചേരുമ്പോൾ ചേർപ്പ് പഞ്ചായത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട സഖാക്കൾ പൂർണ്ണമായും ആ കൺവെൻഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് ഉറപ്പാക്കണം. തുടർന്ന് അങ്ങോട്ട് ഏപ്രിൽ മാസം 7-ാം തീയതി വരെ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു അടിയന്തരമായ സാഹചര്യമാണ്. ഏത് സന്ദർഭത്തെയും നേരിടാൻ എടുക്കുന്ന തീരുമാനങ്ങൾ വീഴ്ച കൂടാതെ നടപ്പിലാക്കാൻ നമ്മളിൽ ഓരോരുത്തരും ബദ്ധശ്രദ്ധയോടെ നിലകൊള്ളണം. ഇന്നു ചെയ്യേണ്ടത് ഇന്നു ചെയ്യുകയും നാളെ ചെയ്യേണ്ടത് നാളെ ചെയ്യുകയും ചെയ്യുക എന്ന നിലയിൽ വീഴ്ച കൂടാതെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. ഞാനൊരു കാര്യം കൂടി സാന്ദർഭികമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബൂത്ത് സ്ക്വാഡുകൾ പ്രവർത്തന രംഗത്തിറങ്ങുമ്പോൾ വോട്ടർമാരെ കാണും എന്ന് ഉറപ്പാക്കണം. വീടുകളിൽ പോയി പോസ്റ്റ്മാൻ്റെ പണി അല്ല LDFിൻ്റെ ഭവന സന്ദർശന സ്ക്വാഡുകൾ നിർവഹിക്കേണ്ടത്. പോസ്റ്റ്മാൻ്റെ പണി എന്ന് പറഞ്ഞാൽ നോട്ടീസ് കത്ത് കൊടുക്കുന്നത് പോലെ നോട്ടീസ് വിതറുക. പറ്റുമെങ്കിൽ ഒരു ചെറിയ കല്ലെടുത്ത് തിണ്ണയുടെ മുകളിൽ നോട്ടീസിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് തൃപ്തിയായി. അത് ചെയ്യരുത് ദയവ് ചെയ്ത്. ഓരോ വീട്ടിലും കയറി നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, പെൻഷൻ കിട്ടുന്നതിനെക്കുറിച്ച്, വീട് കിട്ടിയതിനെക്കുറിച്ച്, തൊഴിൽ കൊടുത്തതിനെക്കുറിച്ച്, പാഠപുസ്തകം വിതരണം ചെയ്തതിനെക്കുറിച്ച്, വിഴിഞ്ഞവും ദേശീയപാത 66 ഉൾപ്പെടെയുള്ള ലോകോത്തര നിലവാരമുള്ള വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതിനെ കുറിച്ചെല്ലാം സംസാരിച്ച് നമ്മുടെ മുന്നണിക്ക്, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വോട്ടുറപ്പിക്കുക എന്ന കൃത്യമായ ലക്ഷ്യബോധം നമ്മുടെ സ്ക്വാഡുകൾക്കുണ്ടാകണം. നോട്ടീസ് വിതറൽ നമ്മുടെ പരിപാടിയല്ല. വീട്ടിൽ കയറിയാൽ വോട്ടറെ കാണണം. കാണാത്ത വോട്ടറുടെ പേര് പ്രത്യേകം രേഖപ്പെടുത്തണം. പിന്നീട് ഒരു സന്ദർഭത്തിൽ ഏപ്രിൽ മാസം 7-ാം തീയതിക്ക് മുമ്പ് ആ വോട്ടറെ കാണും എന്ന് ഉറപ്പാക്കണം. അങ്ങനെയാണ് ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കായി ഇലക്ഷൻ സംഘടന മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ നിങ്ങളെ ഏതെങ്കിലും നിലയിൽ ഈ കാര്യങ്ങൾ പുതുതായി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കിട്ടുന്ന പോസ്റ്ററുകൾ എല്ലാം അതാതു പ്രദേശത്ത്
രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു അവസരവും നൽകാത്ത വിധം അത് പ്രചരിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. പോസ്റ്റർ എടുത്തു വെക്കേണ്ട, ചിഹ്നം എടുത്തു വെക്കേണ്ട, ബൂത്ത് അലങ്കരിക്കാനുള്ള പ്രചരണ സാമഗ്രികൾ വഴിയെ നിങ്ങൾക്ക് തരും. ഒന്നാം ഘട്ടത്തിൽ കിട്ടിയ എല്ലാ പോസ്റ്ററും, എല്ലാ നോട്ടീസും, എല്ലാ ചിഹ്നവും അതാത് പ്രദേശത്ത് ഉപയോഗിക്കാൻ നമ്മുടെ സഖാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പിന്നെ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളാണ്. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളോടും അഭ്യർത്ഥിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഓരോ സഖാക്കളും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കുവാനും നമ്മുടെ സ്ഥാനാർത്ഥിയെ പൈലറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തും എന്ന് ഉറപ്പാക്കുകയും വേണം. അതിനെന്ത് വേണം? ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളും ഗീതാ ഗോപിയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം, അത് കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് ഓരോ സോഷ്യൽ മീഡിയയിലും നമ്മൾ ആ പ്രവർത്തനങ്ങൾ നടത്തണം. നമുക്ക് പണം കൊടുത്ത് വിലക്കെടുത്ത കനകോലുമാരില്ല. നമ്മുടെ കനകോലു എന്ന് പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സഖാക്കളാണ്. വ്യക്തിപരമായ ജീവിതത്തിലെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് വീട്ടിലേക്ക് ചെലവഴിക്കാൻ വെച്ച പണത്തിൽ നിന്ന് ഒരു ചെറുതെടുത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, മുന്നണിക്ക് വേണ്ടി, സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെലവഴിക്കാൻ മടിയില്ലാത്ത സഖാക്കളാണ് നമ്മളിൽ ഓരോരുത്തരും. ആ സഖാക്കൾ ആത്മാർത്ഥതയോടെ കഠിന പരിശ്രമം നടത്തിയാൽ, 24/7 എന്ന നിലയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ മൂന്നാം LDF സർക്കാരിൻ്റെ തുടർച്ചയുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് അണിചേരാം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് സഖാവ് ഗീതാ ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ അഭിവാദ്യം.